എല്ലാ കൂട്ടുകാർക്കും ട്രാവൽ വിത്ത് ഓക്സിയിലേക്ക് സ്വാഗതം. തെങ്കാശിയിലെ 5-ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മളിപ്പോൾ നിൽക്കുന്ന കുട്രാളത്ത് തന്നെയാണ്. ഇവിടെ നിന്നും തിരുമലൈക്കോവിൽ പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 18 കിലോമീറ്ററാണ് അങ്ങോട്ടുള്ളത്. ഡയറക്റ്റ് ബസ് കിട്ടുമെന്ന് അറിയത്തില്ല. എന്നല്ലെങ്കിൽ സെങ്കോട്ടെ പോയിട്ട് മാറി വേറെ ബസ്സിൽ തിരുമലൈക്കോവിൽ പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ മെയിൻ കുട്രാളത്തോട്ട് പോകുന്ന എൻട്രൻസ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ റോഡ് തന്നെയാണ്. ഈ റോഡ് താഴോട്ട് പോകുമ്പോഴാണ് നമ്മൾ റൂം എടുത്ത സ്ഥലമുള്ളത്. ഇഷ്ടം പോലെ ലോഡ്ജ് ഉണ്ട്. ഇവിടെയുണ്ട് ഒരുപാട് ലോഡ്ജുകൾ. ഈ രണ്ട് ഭാഗത്തും എല്ലാം ലോഡ്ജുകൾ തന്നെ. അപ്പോൾ ഇതാണ് കേട്ടോ കുട്രാളം ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഇവിടെ ഒരു കടയുണ്ട്, ഹോട്ടൽ. ഈ ഹോട്ടലിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബസ് കയറി പോവാം. ഇഡലിയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ആ താഴത്തെ കടയിൽ നിന്ന് സാധനങ്ങൾ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവന്മാരിങ്ങനെ വട്ടം കറങ്ങി നിൽക്കുന്നത്. ബസ് കയറിയിട്ടുണ്ട്. സെങ്കോട്ട വരെ ടിക്കറ്റ് എടുത്ത് 10 രൂപ. ഇപ്പോൾ സമയം 9 മണി ആയതുള്ളൂ. പക്ഷെ നല്ല വെയിലുണ്ട് പുറത്ത്. തമിഴ്നാട് ഒരു പ്രൈവറ്റ് ബസ്സിലാണ് കയറിയത്. നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പാട്ടൊക്കെ കേട്ട് പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടുപോകാൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ സെങ്കോട്ടെ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വന്ന ബസ് കേട്ടോ. ഇനി ഇവിടെ നിന്നും തിരുമലൈക്കോവിലോട്ടുള്ള ബസ് കയറണം. അങ്ങനെ തിരുമലൈക്കോവിലോട്ട് ബസ് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് 10 കിലോമീറ്റർ അങ്ങോട്ടുള്ളത്. 12 രൂപ ടിക്കറ്റ്. അങ്ങനെ നമ്മൾ തിരുമലൈക്കോവിലിൽ വന്ന് ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ. ഇവിടെ ഒരുപാട് പൂമാലയെല്ലാം തൂക്കിയിട്ടേക്കുന്നുണ്ട്. ഇവിടെ ബാഗ് വെക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ബാഗ് ഇട്ടുകൊണ്ട് തന്നെ കയറേണ്ടി വരും. ആ കാണുന്നതാണ് മുരുകൻ കോവിൽ. അപ്പോൾ നടന്ന് മല കയറാൻ തുടങ്ങുകയാണ്. ഇതാണ് പ്രധാന എൻട്രി കേട്ടോ. ഇവിടെ ഒരു പ്രതിഷ്ഠയെല്ലാം ഉണ്ട്. $625 പടികളാണ് ഇനി അങ്ങോട്ടുള്ളത്. ഇത് പൂർണ്ണമായിട്ടും പാറയിൽ കൊത്തി ഉണ്ടാക്കിയതാട്ടോ. നല്ല പാട്ടെല്ലാം ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു പട്ടി കിടന്നുറങ്ങുന്നുണ്ട്. ചെരുപ്പെല്ലാം താഴെ ഊരിയിടണം കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ വലിയ ചൂടൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു പട്ടി കിടക്കുന്നുണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ട്. നമ്മൾ നടന്നിങ്ങ് പകുതിയാവുമ്പോൾ ഇതെല്ലാം കാണാം നമുക്കിവിടെ. പഴയൊരു സ്റ്റെപ്പെല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു ചെറിയൊരു ഗോപുരമുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങോട്ട് റോഡ് മാർഗവും നമുക്ക് കയറാം കേട്ടോ. വണ്ടിയിലൊക്കെ വരുന്നവർക്ക് റോഡിലൂടെ സുഖമായിട്ട് മുകളിലോട്ട് കയറാം. ചെറിയ എന്തോ പാസ് എടുത്താൽ മാത്രം മതി. താഴോട്ട് നോക്കുമ്പോൾ കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ആകാശമൊക്കെ നിൽക്കുന്നുണ്ടോ. ഇനി കുറച്ച് ഭാഗം നല്ല കുത്തനെയുള്ള കയറ്റമാണ്. മുകളിൽ കയറി വരുമ്പോൾ ഒരു ആർച്ചുണ്ട്. ഈ ഭാഗത്താണ് തേങ്ങയെല്ലാം ഉടയ്ക്കുന്നത്. ഇതിന് ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് പശ്ചിമഘട്ടം മലനിരകളെല്ലാം കാണാം കേട്ടോ. ഇരുന്ന് കാണാൻ വേണ്ടി മാർബിളിൻ്റെ ചെയറെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർലോക്കെല്ലാം ചെയ്ത് നല്ല പൂക്കളെല്ലാം വെച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്.
ഇവിടെയാണ് വണ്ടികളെല്ലാം വന്ന് പാർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കിൽ കണ്ടോ പശ്ചിമഘട്ട മലനിരകളാണ് ആ കാണുന്നതെല്ലാം. അഷ്ടപത്മക്കുളം എന്നാണ് ഈ കുളത്തിൻ്റെ പേര്. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ഇതിന് ചുറ്റും നടക്കുന്ന ഭാഗങ്ങളിലെല്ലാം വെള്ള പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇതിലൂടെ നടക്കുവാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ ചൂട് പോലും അനുഭവപ്പെടത്തില്ല. സുഖമായിട്ട് നമുക്ക് നടന്ന് പോകാൻ പറ്റും. ഇത് ഞാൻ കാണുന്നത് മേക്കരൈ ഡാമാണ് കേട്ടോ. ഇവിടുന്ന് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. ചെറിയ ചെറിയ ഗ്രാമങ്ങളും ഒരുപാട് കൃഷിസ്ഥലങ്ങളും കാണാം. പരന്ന് കിടക്കുന്ന നെൽവയലുകളും തെങ്ങുകളും എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. മുരുകൻ്റെ വാഹനമായ മയിലിൻ്റെ ചിത്രമെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല കാറ്റടിക്കുന്നുണ്ട്. കാറ്റടിക്കുന്നതുകൊണ്ട് വെയിലിൻ്റെ ചൂടറിയുന്നില്ല. രണ്ട് സൈഡിലും മയിലിൻ്റെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മുരുകനാണ്. തിരുമലൈ മുരുകൻ എന്നും തിരുമലൈ കുമാരസ്വാമി എന്നും അറിയപ്പെടുന്നു. മുരുകൻ്റെ വേലെല്ലാം കാണുന്നുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് കയറുന്ന പ്രധാന വഴിയാണ് കേട്ടോ ഇത്. ഈ കാണുന്ന പാറയിലാണ് പുഷ്പ സിനിമയിലെ പാട്ട് സീനെല്ലാം ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ ഇത് പുഷ്പ റോക്ക് എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ തിരുമലൈ കോവിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇനി സെങ്കോട്ടയിലോട്ട് തന്നെ തിരിച്ചു പോകണം. ബസ്സിനായിട്ട് കാത്തിരിക്കേണ്ടി വരും. ഇവിടെ ഒരു വലിയൊരു ആൽമരം കാണാൻ കേട്ടോ. ഇതിന് താഴെയാണ് ഓട്ടോറിക്ഷയെല്ലാം ഇട്ടേക്കുന്നത്. നല്ല തണുപ്പുണ്ട് ഇതിൻ്റെ. ഇപ്പോൾ ഒരു ബസ് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം ഇവിടെ. ഈ ഭാഗത്തൊരു കരിക്കിൻ്റെ കടയുണ്ട്. ഒരു കരിക്ക് കുടിക്കാം നമുക്ക്. ഞങ്ങൾ കുറച്ച് നേരം കാത്തിരുന്നപ്പോൾ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെങ്കോട്ടയിലോട്ട് ബസ് കയറിയിട്ടുണ്ട്. ടിക്കറ്റ് ഉണ്ട് 10 രൂപ. അപ്പോൾ ഞാൻ ചെങ്കോട്ട ഇറങ്ങിയില്ലായിരുന്നു കേട്ടോ. ഒരു 8 രൂപ ടിക്കറ്റും കൂടെ എടുത്ത് ബോർഡർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോർഡർ ചിക്കൻ കഴിക്കാനാണ്. ഒരുപാട് റീൽസിലൊക്കെ കണ്ട് ഫേമസ് ആയ ഒരു ഹോട്ടലുണ്ട്, റഹ്മത്ത് എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ പോയി ബോർഡർ ചിക്കൻ എന്തെങ്കിലും കഴിക്കാം നമുക്ക്. അങ്ങനെ നടന്ന് നമ്മൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഹോട്ടൽ. ഞാൻ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ. ചിക്കൻ ബിരിയാണി
ഞാനൊരു കാട ഫ്രൈയും കൂടെ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. നല്ല ബിരിയാണി കേട്ടോ. നമ്മൾ ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മച്ചാനെ പരിചയപ്പെട്ടിട്ടുണ്ട്. മച്ചാ ഹായ്. പുള്ളി തിരുച്ചെന്തൂർക്കാരനാണ്. തിരുച്ചെന്തൂർ ചെല്ലുമ്പോൾ വിളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ചിക്കൻ ബിരിയാണി, ഒരു കാട ഫ്രൈ 360 രൂപയാണ് ആയത്. അങ്ങനെ ബോർഡറിൽ നിന്ന് ബസ് കയറി സെങ്കോട്ടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. 8 രൂപ ടിക്കറ്റായി ബസ്സിന്. ഇപ്പോൾ നമ്മൾ ചെങ്കോട്ട റെയിൽവേയുടെ അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇവിടുന്ന് 750 മീറ്റർ ഉണ്ട്. അങ്ങോട്ട് നടന്നു പോവാം. നടന്നു പോകുന്ന വഴിക്ക് അതിൻ്റെ ഹോട്ടലെല്ലാവരും ഉണ്ട് കേട്ടോ. ഹോട്ടൽ മിസ്റ്റർ ഖാൻ ഇന്ന് അവധിയാണെന്ന് തോന്നുന്നു. നല്ലൊരു പഴയ മോഡൽ ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട്. ആണ്ടെ നടന്നു വരുമ്പോൾ ഒരു വാട്ടർ ടാങ്കല്ലേ ഇരിക്കുന്നത്. വാട്ടർ അതോറിറ്റിൻ്റെ ആയിരിക്കും ഇത്. ഇവിടെ ക്യാമറ ഇല്ലായിരിക്കും. ഇതങ്ങോട്ട് നടന്നു വരുമ്പോൾ പഴയ ബിൽഡിംഗ് എല്ലാം നിൽക്കുന്നുണ്ട്. ഓടിട്ട ബിൽഡിങ്ങാണ് ഇതെല്ലാം. പണ്ടത്തെ റെയിൽവേ റെയിൽവേയുമായിട്ട് എന്തോ ബന്ധപ്പെട്ട സംഭവം അത്. ഇവിടെ മാത്രം നല്ല തണുപ്പുണ്ട് നിൽക്കാൻ. ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കായംകുളത്തോട്ട് സ്ലീപ്പർ ടിക്കറ്റ് എടുത്തിരുന്നു കേട്ടോ നേരത്തെ തന്നെ. 160 രൂപയാണ് ആയത്. കിടന്നുറങ്ങി പോവാം എന്നുള്ളൊരു രീതിക്കാണ് എടുത്തത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.